കാസർഗോഡ് പാണലത്ത് ഭർത്തൃവീട്ടിൽ 24 വയസ്സുകാരി ഫാത്തിമത്ത് സുഹൈദ ജീവനൊടുക്കിയ സംഭവത്തിൽ യുവതിയുടെ ശരീരത്തിൽ പലയിടത്തും മർദ്ദനമേറ്റ പാടുകൾ ഉള്ളതായി ഇൻക്വസ്റ്റ് റിപ്പോർട്ട്. ഇതിൽ പലതും പുതിയ പാടുകളാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കേസിൽ ഭർത്താവ് KA മുഹമ്മദ് ആദിലിനെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ഭർത്തൃമാതാവും കേസിൽ പ്രതിയാണ്. ഇവർക്കായി അന്വേഷണം ഊർജിതമാക്കി കഴിഞ്ഞു പോലീസ്. വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പാണലത്ത് ഭർത്തൃമതിയായ ഫാത്തിമത്ത് സുഫൈദ ജീവനൊടുക്കിയ സംഭവത്തിലാണ് ഇപ്പോൾ ഭർത്താവ് അറസ്റ്റിലായിരിക്കുന്നത്. ഇയാൾക്കെതിരെ ഗുരുതരമായ വകുപ്പുകളാണ് പോലീസ് ചുമത്തിയത്. അതായത് BNS-ലെ 108 ആത്മഹത്യാ പ്രേരണ കുറ്റം, അതോടൊപ്പം BNS-ലെ 85 ഈ ഗാർഹിക പീഡനം, അതുപോലെ തന്നെ സ്വർണവും പണവും ആവശ്യപ്പെട്ടുള്ള പീഡനം, ഇങ്ങനെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയായിരുന്നു കേസെടുത്തിട്ടുള്ളത്. മാത്രമല്ല ഇയാളുടെ മാതാവിനെതിരെയും സമാന കുറ്റം ചുമത്തി പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. ഏതായാലും ഈ മുഹമ്മദ് ആദിൽ എന്ന് പറയുന്ന ഇവരുടെ ഭർത്താവിനെ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. മാതാവിനെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ശനിയാഴ്ച രാത്രിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഭർത്താവിൻ്റെയും വീട്ടുകാരുടെയും മുന്നിൽ വെച്ച് യുവതി ആസിഡ് കഴിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ചത്. പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ഇന്നലെ രാവിലെയോടുകൂടി യുവതി മരണപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇതിന് തൊട്ടു പിന്നാലെ തന്നെ കുടുംബം വലിയ ആരോപണമായി രംഗത്ത് വന്നു. അതായത് ഭർത്തൃ വീട്ടുകാരിൽ നിന്നും വലിയ തോതിൽ പീഡനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്, മാനസിക പീഡനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. നിരന്തരം ഈ സ്ത്രീധനം തുക ആവശ്യപ്പെട്ടും മറ്റും നിരന്തരം പീഡനം ഉണ്ടായിരുന്നു എന്നാണ് ഇവരുടെ പരാതിയിൽ പറഞ്ഞിരുന്നത്. അങ്ങനെയാണ് പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. ഇതോടെ ഈ ഭർത്താവിനെ കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യം ഉണ്ടായി. തുടർന്ന് ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പിന്നീട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയായിരുന്നു. എന്തായാലും ഈ കേസിൽ കൂടുതൽ അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. മറ്റ് ആരെങ്കിലും നിന്നും ഇത്തരത്തിൽ പീഡനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഭർത്താവിനെ ഏതായാലും അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. ഇനിയിപ്പോൾ ഈ മാതാവിനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ കൂടുതൽ അന്വേഷണം ഉണ്ടാകും. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് കാസർഗോഡ് ജില്ലയിലെ നാൽത്തടുക്കയിൽ ജസീല എന്ന് പറയുന്ന യുവതി സമാന രീതിയിലുള്ള ഒരു ഗാർഹിക പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അതായത് വ്യാജ മോഷണ കുറ്റം ആരോപിച്ചതിനെ തുടർന്ന് മനംനൊന്നാണ് ഈ യുവതി ആത്മഹത്യ ചെയ്തത്. ഈ കേസിൽ ഭർത്തൃമാതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് അതേ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ, അതായത് വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അതീവ ദുഃഖകരമായ ഒരു സംഭവം തന്നെയായി ഇത് മാറി. മാത്രമല്ല ഈ കേസിൽ ഫാത്തിമത്ത് സുഫൈദയുടെയും 1ാം വാർഷികമാണ് ഇന്ന് വിവാഹത്തിൻ്റെ. അതിന് ഒരു ദിവസം മുൻപാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതെന്ന ഒരു ദുഃഖകരമായ കാര്യം കൂടിയുണ്ട്. അതോടൊപ്പം 2 വയസ്സുള്ള ഒരു കുഞ്ഞാണ് ഇവർക്കുള്ളത്. ആ കുഞ്ഞിപ്പോൾ അനാഥത്വത്തിലേക്ക് എത്തിയെന്നതാണ് ഏറ്റവും സങ്കടകരമായ മറ്റൊരു കാര്യം. പിതാവ് ജയിലിലായിരിക്കുന്നു, ഈ മാതാവ് അനാഥരാക്കി മാതാവും യാത്രയായിരിക്കുന്നു. അങ്ങനെ ഈ കുഞ്ഞ് 2 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞ് അനാഥത്തിലേക്ക് പോയി എന്നാണ് ഈ സംഭവത്തിൽ ഏറ്റവും സങ്കടകരമായ കാര്യം. എന്തായാലും ഇന്നാണ് ഇവരുടെ വിവാഹ വാർഷികം. അതിന് തൊട്ടു തലേന്നാണ് ഇങ്ങനെ ഒരു മരണം സംഭവിക്കുന്നതെന്ന ഒരു കാര്യം കൂടി ഇതിലുണ്ട്. ഏതായാലും ബന്ധുക്കൾ ഇവിടെ പരാതിയെ തുടർന്നാണ് ഈ ഒരു സംഭവത്തിൽ വിദ്യാനഗർ പോലീസ് കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നീട് അന്വേഷണം നടത്തി അതിനെ തുടർന്നാണ് പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ഈ മാതാവിനെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാസർഗോഡ് നിന്നും KB ബൈജു, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.